കുപ്പിക്കച്ചവടം. അയ്യോ ഇടിച്ച് പൊളിച്ച എൻ്റെ ക്യാമറ. ഓക്കെ ഓക്കെ. അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ അടുത്ത രാജ്യമായ തുർക്കിയിലെത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇനി നമുക്ക് ഈ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ഡെസിഷനായ യൂറോപ്പിലേക്ക്, അതിനുശേഷം ലാസ്റ്റ് ഡെസിഷനാണ് അമേരിക്ക. ഗൈസ് നോക്കൂ, അങ്ങനെ സംഭവ ബഹുലമായ നിമിഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു രാജ്യത്ത് വന്നിരിക്കുന്നത്. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് എവിടെയൊക്കെ പോയി, മലേഷ്യ പോയി, തായ്ലൻഡ് പോയി, കംബോഡിയ പോയി, ലാവോസ് പോയി, അത് കഴിഞ്ഞ് നേപ്പാൾ പോയി, ഇന്ത്യ പോയി, ചൈന പോയി, കസാക്കിസ്ഥാൻ പോയി, ഉസ്ബെക്കിസ്ഥാൻ പോയി, റഷ്യ പോയി, ജോർജിയ പോയി. ഇപ്പോൾ നമ്മൾ തുർക്കിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ തൊട്ടുബേക്കിൽ നമ്മുടെ ടി നെപ്പോളിയൻ, അതായത് നമ്മളാക്കിയ നമ്മുടെ ചെറുക്കൻ നമ്മുടെ തൊട്ടുബേക്കിലുണ്ട്. യെസ് ഗൈസ്, തൊട്ടുബേക്കിൽ. അതേപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയായിരിക്കാം. അവിടെ ഇരിക്കുന്ന എല്ലാം കുപ്പിക്കച്ചവടക്കാരാണ്. നമ്മളിത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളും ജോർജിയയിൽ നിന്ന് കുറച്ച് കുപ്പി മേടിച്ചോണ്ട് ഇവിടെ വന്നിരുന്നതിന് നല്ല കാശാട്ടോ. എനിക്ക് തോന്നി ഇവിടെ കുപ്പിക്ക് വില കൂടുതലാണ് സിഗരറ്റിനും. നമ്മൾ പറയുന്നില്ല. അതെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിദേശികൾ നല്ല കച്ചവടം ചെയ്യുന്നതാണ്. തദ്ദേശീയ ആൾക്കാർ പൈസ ഉണ്ടാക്കാനേ ചെയ്യുന്ന കുറച്ച് കച്ചവടങ്ങൾ. ഗൈസ് നോക്കൂ, ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ജോർജിയയിൽ നമ്മളങ്ങനെ തുർക്കിയിൽ എത്തിയിരിക്കുന്നത്. ഗൈസ് നോക്കൂ, നമ്മൾ കുറച്ച് അപ്പുറത്താണ് കിടന്നത്. അവിടെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നത്. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോർഡർ കിടക്കുന്നത്. അതായത് ഫുൾ കടലിൻ്റെ സൈഡിൽ കൂടെ കടലിനോട്, അതായത് ചാവ് കടൽ, ബ്ലാക്ക് സീ എന്ന് പറയുന്ന ആ ഒരു കടലിനോട് ചേർന്ന് സാർപ്പി സീയുടെ തൊട്ടടുത്താണ് സുഹൃത്തുക്കളെ നമ്മളുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇവന്മാരെന്നാടാ മറ്റേ കാര്യത്തെക്കുറിച്ച് പറയാത്തതെന്ന്. യെസ്, ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. നമ്മൾ അതിന് മുമ്പായിട്ട് 2-3 സ്ഥലങ്ങൾ, ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണിച്ചതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാം. അപ്പം ചെറുക്കൻ ഇവിടെയുണ്ട്, തൊട്ടപ്പുറത്ത് കുപ്പിക്കച്ചവടക്കാരുണ്ട്. വളരെ മഹത്വമായ കാഴ്ചയാണ് വന്നപ്പം തന്നെ കാണുന്നത് കേട്ടോ. ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതായത് ഈ കാണുന്ന ബ്ലാക്ക് സീ, തൊട്ടപ്പുറത്ത് കാണുന്ന ഇതിങ്ങനെ ഒരു എനിക്ക് തോന്നുന്നൊരു 100-300 കിലോമീറ്റർ ഇതേപോലെ ഈ ബ്ലാക്ക് സീ, അതായത് ചാവ് കടലിന്റെ തൊട്ട് സൈഡിൽ കൂടെ. കടലിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല, ഒരു കാരണവശാലും നമ്മൾ ഇതിന്റെ അകത്ത് ഇറങ്ങരുത്. എപ്പോഴാണ് ഇറക്കി വെച്ചോ, അല്ല മൈക്കൊക്കെ കിട്ടൂല. അതായത് എപ്പോഴാണ് വെള്ളം കൂടുന്നത്, എപ്പോഴാണ് വെള്ളം കുറയുന്നത്, നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരു കടലാണിത്. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയ ഒരു കടൽ. അതായത് പിടി ഉണ്ടാക്കിയിട്ട് പിടി കലങ്ങിപ്പോയില്ല, അപ്പോൾ ഒരു പിടിയും കിട്ടൂല എന്ന് പറഞ്ഞ പോലെ ആണ് സംഭവം ഗൈസ്. അതായത് വളരെ സിമ്പിളായിരുന്നു ബോർഡർ ക്രോസ് ചെയ്യാൻ, വലിയ പാടൊന്നും ഉണ്ടായില്ല. തുർക്കി ഗവൺമെൻറ് നമുക്ക് പിന്നെ എന്ത് തരും, അതായത് നമ്മുടെ നാട്ടിലെ 10,000 രൂപയാണ് നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി 45 ദിവസം. കാര്യത്തിൽ തുർക്കി ഭയങ്കര സെറ്റപ്പ് ആട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഒരു രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുകയെന്ന് വെച്ച് ഒരു രാജ്യത്ത് വന്ന് ഇൻഷുറൻസ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് നമുക്ക്. പല ആൾക്കാർ തപ്പി സ്ഥലം ചെല്ലുമ്പോഴത്തേനും ഒരു 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതേ സമയത്ത് തുർക്കി ചെല്ലാൻ നേരത്ത് നമുക്ക് ബോർഡറിൽ നിന്ന് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അല്ലേ? അല്ല, കുപ്പിക്കച്ചവടം തകൃതി കണക്ക് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിനുള്ളിലെ എന്തൊക്കെ ഇളകുന്നു ഗൈസ്. അതായത് ഇത് പിന്നെ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ മലകളാൽ ചുറ്റപ്പെട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഇങ്ങനെ നിരന്തരോ വണ്ടികളാണ്. എനിക്ക് തോന്നുന്നൊരു 25 കിലോമീറ്ററോളം ഇതേപോലെ വാഹനങ്ങളുണ്ട്. ഇത്രയും നേരം വരെ നമ്മൾ കാത്തലിക്സ് പള്ളികളായിരുന്നെങ്കിൽ ഇപ്പം ഇനി മുതൽ നമുക്ക് നല്ല കിടിലം മോസ്കുകൾ കാണാൻ പറ്റും. അതായത് നമ്മൾ ജീവിതത്തിൽ കാണുന്ന ടൈപ്പ് തുർക്കിഷ് ടൈപ്പ് മോസ്കുകൾ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോണും കൊണ്ട് ഈ പെണ്ണുങ്ങൾ ഓടുകയോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. കാരണം എന്തിനു തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ബസ് വന്നിട്ടുണ്ട്, കച്ചവടത്തിൽ തൃപ്തിയാക്കാൻ വേണ്ടിയാണ് ആയിരിക്കും കേട്ടോ. ഇത് ഫുള്ള് തുർക്കിയിൽ നിന്ന് ഇസ്താംബൂൾ അതുപോലെയുള്ള ഇവരുടെ ടൗണിലേക്ക് വന്ന് ബെൻസിന്റെ ബസ്സുകളാണ്. ഇത് ഇഷ്ടം പോലെ കാണാം. ഇതാണ് ആൾക്കാരെ കൊണ്ടുവന്നല്ലടാ ഇവനെ. അതായത് ഇവർക്കും ഉണ്ട് ഇവനെ. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിലൊക്കെ ഒരു ബസ് വന്നിട്ട് എന്ത് പെട്ടെന്നാ പോകുന്നുണ്ടെന്ന് അറിയോ തുർക്കി. പിന്നെ എങ്ങനെ സംഭവം എന്നറിയോ, അതായത് അപ്പുറത്തെ രാജ്യത്ത് നിന്ന് ഇപ്പുറത്തെ രാജ്യത്തോട്ട് പാലമല്ലേ, നിനക്കല്ല എനിക്ക്. ആ പാലത്തു നിന്ന് ഇപ്പുറം വന്നിട്ടുണ്ട് തുർക്കി എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിസ നോക്കുക. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 പാസ്പോർട്ട്, പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും. അപ്പൊ നമ്മുടെ ഫോണ് വേറെ എനിക്ക് അടിച്ചു പൊളിക്കുമല്ലോ നമ്മള്. ഇച്ചിരി വലമ്പാട്, ഞാൻ ഇവിടുന്ന് മാറട്ടെ കേട്ടോ ഗൈസ്. അവിടെയാണ് നമ്മൾ നിന്നത്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി. ചിലപ്പോൾ ഞങ്ങളുടെ ഫോൺ ചിലപ്പോൾ ചൈനയിലോ അമേരിക്കയിലോ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് നേരത്തെ കണ്ടിട്ട് അത് അവിടെ എവിടെയൊക്കെ എത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബോർഡറുള്ള ആൾക്കാർ ഏത് രാജ്യത്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ തായ്ലൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഫിഫി ഐലൻഡിലൊക്കെ പോയല്ലോ. ഇപ്പൊ വന്നോളൂ കേട്ടോ. ഈ കാണുന്ന സംഭവം
സംവിധാനങ്ങൾ അങ്ങോട്ടുള്ള സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഏകദേശം വേറെ കാര്യമുണ്ട് ഇവനെ കുറച്ച് അങ്ങോട്ട് പോകാൻ നേരത്തെ ഈ മലയുടെ മേളിലൊക്കെ ഇഷ്ടം പോലെ വീട് ഇത് നോക്കിയാൽ അവിടെ തന്നെ നോക്കിയാൽ തുറ്റത്ത് വീട് ഇരിക്കുന്ന നോക്കി കാണിച്ചു തരാം കേട്ടോ, എല്ലാം കാണിച്ചു തരാം നിങ്ങളെ. ഏകദേശം ഇതേപോലെയാണ് ഇവിടുത്തെ വീടുകളും സംവിധാനങ്ങളൊക്കെ. ഇതിപ്പോൾ 1 or 2 ഒക്കെ നിങ്ങൾ കാണുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ഇഷ്ടം പോലെ വീടുകളും സംഭവങ്ങളൊക്കെ കാണട്ടെ. ഫുള്ള് തുരങ്കമാണ്. അത് ഞാൻ പറയാൻ വേണ്ടി മറന്നു. അതായത് ഒരു സൈഡ് മൊത്തം തുരങ്കം, ഒരു സൈഡ് മൊത്തം നമ്മൾ പോകുന്ന ലൈൻ മൊത്തം കടലിനോട് ചുറ്റപ്പെട്ടാണ് നമ്മൾ പോകുന്നത്. ഇതേപോലുള്ള തുരങ്കങ്ങൾ കയറി ഈ 1 or 2 ഒന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇത് തുരങ്കം. ഇതിങ്ങനെ ഇത് കണ്ടോ, അവിടെ കണ്ടൊരു ഹോള് കണ്ടോ, ഇവിടെ തുരങ്കം. പിന്നെ അത് കണ്ട് ഇതെല്ലാം ഇങ്ങനെ വണ്ടികൾ കിടക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് നീളത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഫുൾ തുരങ്കങ്ങൾ മാത്രം, വേറൊന്നുമില്ല അല്ലാടാ ലിവിനെ. അതെ, അതേപോലെ തന്നെ ഇവിടെ മഴക്കാലത്ത് ചില തുരങ്ങൾ തുറന്ന് കൊടുക്കുമെന്ന് എനിക്ക് കുറെ തുരങ്ങൾ അടച്ചിട്ടൊക്കെ. നമ്മുടെ നാട്ടിൽ ട്രാവലർ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടല്ലേ, സ്പ്ലെൻഡർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൈസക്കാരന്റെ വണ്ടി. അതെ അല്ലേ? അതെ, ഇവിടെ ഇത് ടാക്സി കിടന്നുണ്ട്. ടാക്സി ഈ ബെൻസിന്റെ ഒരു വണ്ടി നമ്മൾ ഇവിടെ വരാൻ നേരത്ത് പൈസക്കാരന്റെ വണ്ടിയാന്ന് പറയില്ല, മൊത്തം ടാക്സിയാ. അതെ അല്ലേ? അതെ ഗൈസ് നോക്കൂ, ഇനി ഈ കാണുന്നത് ഫുൾ കടൽ. ഇത് കണ്ട് ഫുൾ കടൽ, അതായത് ചാവ് കടൽ. ഞാൻ നിങ്ങളെ ഒരു വലിയ സെറ്റപ്പ് കാഴ്ച കാണിച്ചു തരാം. ഞങ്ങളെ പിടിച്ചോണ്ട് പോയില്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. എവിടെ സുഗുണ നീ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ, എല്ലായിടത്തും നമ്മുടെ നാടൊക്കെ പോലെ. അതെന്നാ സംഭവം എന്നറിയാം സുഗുണൻ പോകരുത്. യെസ് ഗൈസ്, ഇതാണ് ബോർഡർ. അതായത് നമ്മൾ വരുന്നത് ഇതേപോലുള്ള ഒരു സ്ഥലത്താണ്. ഇതാണ് ബോർഡർ, അതായത് തുർക്കി. വെൽക്കം ടു തുർക്കി. അതായത് തുർക്കിയുടെ നമ്മൾ കയറുമ്പം കാണുന്ന ഇങ്ങനൊരു മോസ്കാണ്. അതേപോലെ തന്നെ ജോർജിയയുടെ എന്ന് പറയുമ്പം പിന്നെ വേറെ ടൈപ്പാണ്. ഞാൻ ഈ വഴിയെ പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. കാലാവസ്ഥ വളരെ മോശമാണ്, സത്യം പറയാമല്ലോ. അതായത് ഒരു മോശപ്പെട്ട ഒരു മൂടൽ നിറഞ്ഞ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ മാറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നല്ല കിടിലൻ കാഴ്ച, നല്ല കളർഫുൾ ആയിട്ടുള്ള സെറ്റപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ തകർക്കും ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഞാൻ ആ ബോർഡറും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ ഇവിടെ ആയിരുന്നു ഞാനും ലിബിനും നിന്നെ. നമ്മളെ പൊക്കാൻ ഞാനുണ്ട്. ഇന്ന് കുറ്റിക്കകത്ത് പോകുന്നു. ഒന്നാതെ കുറ്റിക്കകത്ത് പോകണ്ടായിരുന്നു. ദൈവാനുഗ്രഹവും അവിടുത്തെ ഒരു പുള്ളിക്കാരിയുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. ഞങ്ങൾ നേരെ ഇതിലെ നടന്ന് ഞാൻ നിങ്ങളെ കറക്റ്റ് ഈ കാണുന്ന ബോർഡർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ല ലിബിനെ ആണോ? അതെയോ? നീ ഉദ്ദേശിച്ചെന്നു പറഞ്ഞാൽ ലാവോസോ കംബോഡിയൻ തായ്ലൻഡ് ബോർഡർ ഇങ്ങനെയായിരുന്നോ? കടലായിരുന്നോ? അതെ ആയിരുന്നു. അല്ല, ലാവോസ് കടലില്ലല്ലോ. ആ ബോർഡർ ലാവോസ് കടലില്ലാണ്ടല്ലേ അവർ അപ്പുറത്തുനിന്ന് കൊണ്ടുവരും. നോക്കാം, ചെളി ചവിട്ടില്ലേ. ഇതാണ് ബോർഡർ കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കാൻ നേരത്ത് ഇതാണ് ജോർജിയൻ ബോർഡർ. എന്ന് വെച്ചാൽ കപ്പൽ പോലെ ഇരിക്കുന്നത്. അതെ അല്ലേ? അതെ. തുർക്കി ബോർഡർ എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ബോർഡർ. ഇതിനകത്ത് പാലമുണ്ട്, നമുക്ക് നടന്നൊന്നും പോകേണ്ട കാര്യമില്ല. അവിടുന്ന് നമ്മൾ ലുലുമാളി പോയില്ലേ, അതേപോലെ തന്നെ ഫസ്റ്റ് ബോർഡിൽ നിന്ന് സെക്കൻഡ് ബോർഡിൽ കയറി. ഇതാണ് തുർക്കി ജോർജിയൻ ബോർഡറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വണ്ടി കിടക്കുന്നുണ്ടോ? ഇതേപോലെ കടലിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ സ്ഥലങ്ങൾ മൊത്തം സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമാട്ടോ കാണാൻ വേണ്ടി. അതായത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം, ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടോ പാട്ടോ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത് വിസ ഉണ്ടാകാൻ നമുക്ക് സിമ്പിളായിട്ട് പോരാ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ റൂളും സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടിക്ക് പോകാനുള്ള അങ്ങനത്തെ എന്തോ സംഭവം. അവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്. അതായത് ഇവിടെ ഒരു കിഡിലൻ മോസ്ക്, അവിടെ ഒരു കിഡിലൻ കാത്തലിക് പള്ളി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ 2 വൈവിധ്യമാർന്ന രീതിയിലുള്ള സംസ്കാരങ്ങളാണല്ലോ 2 സ്ഥലത്തും. അപ്പോൾ അതിൻ്റേതായ ഒരു പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഗൈസ്, ഫൈനലി ഞങ്ങൾ വണ്ടിയെടുത്ത് തിരിച്ചെത്തി. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ എന്നാ സ്പേസ് ആണോ ലിവിനെ? ലഗേജ് ചെയ്യുന്ന സ്ഥലം ഇപ്പം നമ്മുടെ ഇതുണ്ട്, ഭാരത് ബെൻസിനൊക്കെ ഉണ്ടല്ലോ ഇത് കൂടി സംഭവം. വണ്ടി നല്ല ലുക്കാട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നു. എന്നാൽ പിന്നെ ഇവിടം വരെ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടൊന്നും പോകില്ല, ഈ സൈഡിൽ എവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരലെന്ന് വിചാരിച്ചു. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ കടലാണ്. ഇതിനെക്കുറിച്ച് സീനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഈ റഷ്യൻ ഭാഗങ്ങളാണ് ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ടഫസ്റ്റ് ഏരിയകൾ. അപ്പം വളരെ ശ്രദ്ധിക്കണം. ചാവുകടലിൽ നിന്ന് അടിച്ചു അതായത് ലോകത്തിലെ ഏറ്റവും ഇതൊരു വഴിയല്ല കേട്ടോ, കുറെ ഉരുളങ്ങല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതങ്ങൾ പോകുന്ന മറ്റേ സീയും കൂടിയാണിത്. ആണോ? ചൈന വഴിയൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. ഞങ്ങളെ ആദ്യം ഇറങ്ങിപ്പെടട്ടെ. ഇവിടെ നേരത്തെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഫുള്ള് മാലിന്യം കേട്ടോ. അയ്യോ നോക്കിയേ, ബോർഡർ വരുന്നവരെല്ലാം അതും ഇതൊക്കെ വലിച്ചു വാരിയിട്ട് നശിപ്പിച്ചു. അല്ലേടാ ലിബി? അത് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ടാവും അവനെ. അതെ, നമ്മളെ എല്ലാവരും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പറയും നമ്മുടെ നാടാണ് വൃത്തികേട്, ചക്കയാ മാങ്ങയാന്ന്. എല്ലാവരും കണക്കൊക്കെ തന്നെ. ഇത് കണ്ടോ, ആ കടൽ ഇവിടം വരെ നേരത്തെ കയറിയായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് ശാന്തമായതാ കേട്ടോ. അല്ലേ? വേലിയേറ്റം വേലിയിറക്കം സൂക്ഷിക്കുക.
ഇതിനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഒരു വ്യത്യാസവും ഇതേപോലെ ആയിരിക്കും നമ്മളിനി ഫ്രണ്ടിലേക്ക് പോകുന്ന വഴികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒന്ന് മാറി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. എൻ്റെ അവനെ ശരിയാ നീ പറഞ്ഞ കടല് വേലിയേറ്റം ഇങ്ങ് കയറി വരുന്ന നോക്കിയേ, ഇവിടം വരെ എത്തി. എൻ്റെ അമ്മ ആ തരവാന നോക്കിയേ, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടിയാലെന്നൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ തണുപ്പോ അസാമാന്യ തണുപ്പും. നമ്മളങ്ങനെ യാത്ര തുടരാൻ പോവുകയാണ്. ഏതാനും നിമിഷക്കാലം നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ കാത്തിരിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം എന്നാന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ഞങ്ങൾ തൊട്ടപ്പുറത്ത് മാറി നിന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ശരി, നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. നമ്മുടെ യാത്ര തുടരാം. ക്ലൈമറ്റ് നല്ലതായിട്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കോട്ടൊക്കെ ഊരി കളയാം. നല്ല രീതിക്ക് നമുക്ക് വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. തുടങ്ങാം. ഫൈനലി അവിടെ നിന്ന് കയറി ബോർഡറിൽ നിന്ന് ഞങ്ങൾ നേരെ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ബോർഡർ 100 മീറ്റർ വ്യത്യാസം, അതായത് ജോർജിയയും തുർക്കിയായിട്ട് 100 മീറ്ററിന് വ്യത്യാസമുള്ളൂ. അതായത് ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്നത് കപ്പലണ്ടി അല്ലെങ്കിൽ സിമ്മേ അല്ലെങ്കിൽ പിന്നെ പൈസ ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ നേരെ മറിച്ചാൽ കുപ്പി, സിഗരറ്റ്. ഈ തൊട്ടിപ്പുറം നമ്മളിപ്പം നടന്ന തൊട്ടിപ്പുറം പോലീസുകാരെ കാണാം. പക്ഷേ ഇത് ജോർജിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരെ പോലെ കുപ്പി വയ്ക്കണം. നമ്മുടെ എന്തോ ദൈവാനുഗ്രഹത്തിന് വണ്ടി തട്ടിയില്ല കേട്ടാ, തട്ടിയില്ല. ഉയ്യോ, ഞാൻ ശ്രദ്ധിച്ചെടുത്ത് ഭാഗ്യം. ഇവിടെ ഇന്ത്യയുടെയും തുർക്കിയുടെയും ഫ്ലാഗ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നീങ്ങാം. പോയേക്കാം. അതായിരിക്കും ബുദ്ധിപരമായി നീക്കാം. ഇവിടുത്തെ സാധാ പട്ടിക്കുട്ടികളാട്ടോ. ഫുൾ കുപ്പിയാണ് ഇവിടെ വെച്ച് അസ്കിയായിരുന്നു മറ്റേ പാസ്പോർട്ട് അടിക്കാൻ സ്ഥലത്ത് തുരങ്കം. കയറാടാ, പോയേക്കാം. വാ കയറാം. ഇവിടെ 3:15, നാട്ടിൽ 5:43. രണ്ടും PM തന്നെയാണ്. നല്ല ടൈം ഡിഫറൻസ് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. 3 മണിക്കൂർ അടുത്ത് വ്യത്യാസമുണ്ട്. എത്ര ദിവസമായിരുന്നു നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട്. എൻ്റെ അമ്മോ, ഇത്രയും ദിവസം ഞങ്ങളെ പിടിച്ചിട്ട് നശിപ്പിച്ച് നാരണക്കല്ലാക്കാൻ നോക്കി. ഞങ്ങൾ അതിൻ്റെ അകത്ത് പിന്നെ സാക്രിഫൈസ് ചെയ്ത് വന്നു. ദൈവാനുഗ്രഹം. യെസ്, നമുക്കേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറേ പേപ്പറൊക്കെ നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. ഒക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഫൈൻ അടച്ചതിൻ്റെ, ഞങ്ങൾക്ക് എഴുതിയ ചാർജ് ഷീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ. അതായത് നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇവിടെ പോകേണ്ട വന്നു. എന്തായാലും നമുക്ക് ആദ്യം വണ്ടി റിവേഴ്സ് എടുക്കാം. നീ ഇരുന്നോടല്ലേ, പിന്നെ പോലീസുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അങ്ങനെ വലിയ ചോദ്യവും പറച്ചിലൊന്നുമില്ല. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ലോകരാജ്യത്ത് എവിടെ ഫൈൻ കിട്ടിയില്ലെങ്കിലും ഇവിടെ കിട്ടും. അതായത് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ രീതികൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞതും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്ത്യയിൽ പോയ ഏകദേശം എല്ലാ വണ്ടിക്കും ഇവിടെ ഫൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നേ പോയ എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഇവിടെ സൂക്ഷിക്കണം, ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടുന്നത് എവിടെയാന്ന്. പിന്നെ ബോർഡറിൽ കുറച്ച് തട്ടിപ്പും പരിപാടിയുണ്ട്, അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പോലീസ് കിടപ്പുണ്ടല്ലോ, ഇവരിവിടെ മദ്യം വയ്ക്കുന്നു. നോക്കി, ലൈവായിട്ട് മദ്യം വയ്ക്കുക. തൊട്ടപ്പുറം പോലീസ്, ഒരു പ്രശ്നവും പിന്നെ എന്താ പരിപാടി ഇത്? അതെ, ഇവരെ പിടിക്കാൻ പറ്റൂല. അതിനാന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് എല്ലാം മറ്റേ പാസ്പോർട്ടിന്റെ മറ്റേ സീലടിച്ച് മറ്റേ സാധനം ഉണ്ടാവും. കൊണ്ട് എല്ലാരും പോകുന്ന മേടിച്ചോണ്ട് പോകുന്നോ, അല്ലാതെ വെറുതെ പോകുന്നൊന്നുമല്ല. ഇത് വമ്പം ഇതൊക്കെ വരുന്നവരല്ലേ, എന്തോരം സാധനമായിട്ടാണ് വരുന്നത്. ഇവർക്ക് വിൽക്കും. നമ്മളങ്ങനെ നേരെ ഇത് ബോർഡർ ഇന്നലെ കടന്നാണ് നമ്മളങ്ങനെ നേരെ തുർക്കിയിലെ റോഡിൽ നമ്മുടെ ടയർ മുട്ടിയിരിക്കുകയാണ്. നമ്മളങ്ങനെ തുർക്കി കൂടെ യാത്ര ചെയ്യാണ്. തുർക്കിയുടെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ കാണാം. വെൽക്കം ടു തുർക്കി, അതായത് തുർക്കിഷ് ഭാഷയിലാണ് എഴുതിയാക്കുന്നത്. ഇപ്പോൾ കാണുന്നത് വെൽക്കം ടു തുർക്കി എന്നുള്ള ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇതുണ്ടോ അവിടെ കണ്ടോ ലിവിനെ? ഇവിടെ ഇതാ സിം കാർഡ് ഇവിടെയും കിട്ടുമായിരുന്നു കേട്ടോ. തുർക്സെൽ ഞങ്ങൾ സിം കാർഡ് എടുത്തു കേട്ടോ. അപ്രോക്സിമേറ്റ് ഒരു സിം കാർഡിന് നാട്ടില് 6000 രൂപയായി. അതായത് ഇനി അങ്ങോട്ട് പോകുന്നത് ഇന്റർനെറ്റ് സിം ഈസ് വെരി എക്സ്പെൻസീവ്. ഇന്റർനെറ്റ് ആൻഡ് എവരിതിങ് ഈസ് വെരി എക്സ്പെൻസീവ് ഗൈസ്. യു നോ വെരി ഇംഗ്ലീഷ്. യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. നോ വാട്ട് ദാറ്റ്. ബേസിക്കലി നിങ്ങൾ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് ഇംഗ്ലീഷ് പഠിച്ചെന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തും പോയിട്ട് സംസാരിക്കാൻ പറ്റൂല. എല്ലാ രാജ്യക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ല. ജോർജിയയിൽ ജോർജിയനാണ്, തുർക്കിയിൽ തുർക്ക് ഭാഷയാണ്. അങ്ങനെ കുറേ ഭാഷകളുണ്ട്. അപ്പോൾ ആ ഭാഷകളാണ്. ഇതുണ്ടോ മേലിൽ കണ്ടോ തുരങ്കങ്ങൾ. ഇതേപോലെ തുരങ്കങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. കുറച്ച് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ഓടിച്ച് വണ്ടി നിർത്തി കേട്ടോ. നോക്കിയേ, ഫുൾ തുരങ്കങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞോളൂ ഇങ്ങനെ ലൈനായിട്ട് കിടക്കട്ടോ. അത് യൂറോപ്പിലേക്കുള്ള ഏക മാർഗ്ഗമല്ലേ. അപ്പം ഇഷ്ടംപോലെ ട്രക്കുകളുണ്ടാവും. ഇതുണ്ടോ ഈ സൈഡൊക്കെ ഫുള്ള് മഞ്ഞ് വീണ്
അങ്ങോട്ടൊക്കെ പോകുന്ന നേരത്ത് കാണാം ഫുള്ളും മഞ്ഞും തണുപ്പും ഫുള്ള് സ്നോഫോൾ പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊന്ന് തുർക്കിയുടെ നമ്മുടെ നാട്ടിലെ ജമ്മു കാശ്മീർ പോലത്തെ ഒരു ഏരിയ തന്നെയാണിത് അല്ലേ? യെസ് ഗൈസ്, അപ്പം വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഫൈൻ കിട്ടുകയോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. വണ്ടി ഞാൻ ലോക്കും ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, തുർക്കിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടിയുടെ ടാങ്കിൽ ഡീസൽ ക്യാരി ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ലൈൻ സൂക്ഷിക്കുക, ലൈൻ ട്രാഫിക്. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവമുണ്ട്, നമ്മുടെ വണ്ടിയിൽ ഫയർ എക്സ്റ്റിൻഷൻ സാധനം ഉണ്ടായിരിക്കണം. അതായത് തീ വന്നു കഴിഞ്ഞാൽ അടിക്കുന്ന സാധനം, അതും നമ്മുടെ വണ്ടിയിലുണ്ട്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് 5 വർഷത്തേക്കാണ് നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഇവിടെ മസ്റ്റാണ്. നമ്മുടെ വണ്ടി ശരിയാക്കി പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരൻ പോയിട്ട് മേടിച്ചത് മസ്റ്റാടാ മേടിച്ചതാന്ന് പറഞ്ഞ വണ്ടിയിനകത്ത് പോയി മേടിച്ച് ഓർമ്മ. ഈ വശത്തോട്ടൊക്കെ അന്യായ വ്യൂ ആട്ടോ. എത്ര നാൾ കൂടിയാണ് നമ്മൾ യാത്രയെ കടൽ കാണുന്നത്? ഒരു മീൻ കണ്ടിട്ട് എത്ര നാളായി സത്യം. എനിക്ക് തോന്നുന്നു നമ്മളൊരു 3-4 മാസങ്ങൾക്ക് ശേഷം കേട്ടോ കടൽ കാണുന്നത്. നമ്മൾ ഈ യാത്രയിലെ ആദ്യത്തെ കടലായി കാണുന്നത്. എൻ്റെ വിശ്വാസം ശരിയാണ്, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടായിരുന്നു, ഈ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയില്ല. ഗൈസ് നോക്കൂ, അതായത് ഫുള്ള് നമ്മളത് ഒരു പ്രത്യേകതരം ഭൂപ്രകൃതിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളെ കറക്റ്റായി ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ, ആ വ്യൂ കാണിച്ചു തരാം. അസാമാന്യ വ്യൂ എന്ന് വെച്ചാൽ അസാമാന്യ വ്യൂ ആട്ടോ. അതായത് 2 ബോർഡർ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം തുർക്കിയുടെ അതായത് ഇത് തുർക്കി, ഇത് ജോർജിയ, അപ്രോക്സിമേറ്റ് ഒരു 10 മീറ്റർ ഉള്ളി അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. ഒരു സെക്യൂരിറ്റിയിൽ ഒന്നുമില്ല, നീ വേറെ അങ്ങനെ നടന്നു പോകാൻ തുർക്കിയിലോട്ട് അല്ലേ, തിരിച്ചു പോവുക. ഗൈസ്, പക്ഷേ ജോർജിയയിൽ പുച്ഛം മാത്രം. തുർക്കി വന്നപ്പോഴാണ് ഒരു നല്ല ഇടപെടലൊക്കെ കണ്ടത്. അത് സത്യം കേട്ടോ, തുർക്കി നല്ല ഇടപെടൽ. അവരുടെ എൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കിയിട്ടേ ഒരു ബുദ്ധിമുട്ടില്ല. മറ്റേ അവിടെ നിന്ന് വെച്ചാൽ ഭയങ്കര പുച്ഛവും ഭയങ്കര ഇതുമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഏതോ ജോർജിയൻ ടൗണുകളാട്ടോ ആ കാണുന്നത്. ഇതാണ് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അതും ജോർജിയ. നിങ്ങൾ കറക്റ്റ് ഒരു മോസ്കും ചുമന്ന കൊടിയും കാണുന്നത് അതാണ് തുർക്കി ബോർഡർ. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതേ സമയത്ത് ആ വെള്ളക്കൊടിയും ആ സംഭവം യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സംഭവം, ഒരു ചർച്ചും കാണുന്നത് ജോർജിയ. അങ്ങനെയാണ് സംഭവം. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതായത് നമ്മളിവിടെ കയറുന്ന പറയുന്ന പല സ്ഥലത്ത് നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി ഏകദേശം ഞങ്ങൾ യൂറോപ്പിലോട്ട് അടുത്തെന്ന്. അതെ ഗൈസ് നോക്കൂ, അതായത് നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ജോർജിയയിലെ നമുക്കുണ്ടായ ആ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞങ്ങളുടെ വണ്ടിയുടെ AC-യും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വീൽ അലോയ്മെൻറ്റും പിന്നെ അതുപോലെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്തേക്ക്, അതായത് ജോർജിയയിലെ ടിബിലിസിലെ ഒരു സ്ഥലത്തോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ പോലീസ് പിടിക്കുന്നത്. പോലീസ് പിടിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ രേഖകളും IDPകളും നമ്മുടെ ഇന്ത്യൻ ലൈസൻസും അതുപോലെ കാറിൻ്റെ പാസ്പോർട്ടും കൊടുക്കാൻ നേരത്ത് ലാമിനേഷൻ കാർഡ് ഒരിക്കലും ജോർജിയ അംഗീകരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് തന്ന പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് RTO തന്നതാണ് എൻ്റെ കയ്യിലുള്ളത്. അത് PUC കാർഡിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് കുറേ കാലതാമസം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കുറച്ച് കാലതാമസമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര നാൾ ലാമിനേറ്റ് കാർഡുകളായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അത്രയും പേര്, അതായത് 3.5 കോടി ജനങ്ങളുണ്ട്. അത്രയും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യം. അപ്പം നമ്മുടെ രാജ്യത്ത് 141 കോടി ജനങ്ങളുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വരാൻ നേരത്ത് ഗവൺമെൻറ്റിനും ചിലപ്പം പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കാലതാമസം ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ വണ്ടി പിടിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഈ ലോകം കീഴടക്കാം, ഈ ലോകത്ത് എവിടെയും സഞ്ചരിക്കാം എന്നുള്ളതാണ്. അത് വെറും പൊട്ടത്തരമാണ്, തെറ്റായ ചിന്താഗതിയാണ്. കാരണം ജോർജിയൻ ലാംഗ്വേജിനാണ് പ്രാധാന്യം. ഇവിടെയുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. വളരെ കുറച്ച് തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അപ്പം ജോർജിയയിൽ എല്ലാവരും സംസാരിക്കുന്ന അവർ തന്നെ ലാംഗ്വേജാണ്. പിന്നെ പിടിക്കാൻ വരുന്ന പോലീസുകാരും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിച്ച ആളൊന്നുമല്ല, അയാളും ജോർജിയൻ ലാംഗ്വേജാണ്. അതായത് ഈ ജോർജിയയിൽ നിന്ന് ഒരാൾ ജോർജിയൻ ലാംഗ്വേജ് അറിയുന്ന ആൾ നാട്ടിൽ വന്നിട്ട് ഹിന്ദി സംസാരിക്കുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നപ്പോൾ ഇയാൾക്ക് ജോർജിയൻ ലാംഗ്വേജ് അറിയത്തുള്ളൂ. ഇയാൾ പ്രാഭാന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് എന്താണ് പ്രാഭാന്ന് അറിയത്തില്ല. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ പുള്ളി എടുത്ത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പം അതായത് നമ്മുടെ കയ്യിൽ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്, അതായത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ട്രാൻസ്ലേഷൻ. അതെല്ലാ രാജ്യത്തും അംഗീകരിക്കുന്നതാണ്, അത് ഈ രാജ്യം അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് വെച്ച് ഇവിടെയുള്ള ആൾക്കാർ പിന്നെ ജോലി, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു വർഷമായി ആൾക്കാരെ പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ഗതിയും പരഗതിയിൽ അതിവിടെ വോൾട്ട് ഓടിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരും കൊണ്ട് പറ്റിക്കുന്നതും ചതിക്കുന്നതുമാണ് ആ സംഭവം. അപ്പം അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി വേറെ മാർഗ്ഗമില്ല, നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അവരെ ഇഷ്ടംപോലെ പിള്ളേർ, ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടെ പെട്ടുകിടപ്പുണ്ട് ജോർജിയയിൽ. അപ്പം അവർ ഈ ബോൾട്ട് ഓടിക്കുന്നത് ഈ സംഭവം വെച്ചാണ്. ഒരു രാജ്യത്തും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാൻ ഒരിക്കലും ജോർജിയനെ കുറ്റം പറയത്തില്ല, പക്ഷേ
ഒരു 100-200 പേരെ നമ്മൾ കണ്ട ആ 200 പേര് നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് വെച്ചാൽ എല്ലാവരും തെറ്റുകാരില്ല. നമ്മുടെ നാട്ടിലിപ്പം വന്നിട്ട് ഒരു വിദേശ വനിത വന്നു, അവർക്കെതിരെ പല ആക്രമണങ്ങളുണ്ടായി എന്ന് വെച്ചാൽ ഇന്ത്യക്കാരിലെ എല്ലാവരും മോശക്കാരല്ലല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പം ജോർജിയയിൽ ഇതേപോലെ തന്നെ ഇവർ 9 വർഷമായിട്ട് ഏതാണ്ട് ഇപ്പം 10-12 വർഷങ്ങൾ മുമ്പ് തന്നെ അതിൻ്റെ മുമ്പേ ആൾക്കാരുണ്ടാകും, പക്ഷേ നല്ല രീതിയിൽ വരാൻ ആൾക്കാർ തുടങ്ങിയിട്ട് ഈ 10-12 വർഷമായി. അപ്പം ഇതിന് മുമ്പ് വരെ ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ IDP വെച്ച് ജോലി ചെയ്യായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ ലൈസൻസ് വെച്ച് ജോലി ചെയ്യായിരുന്നു. ഒരു രീതിയിൽ പ്രശ്നങ്ങൾ ഒരു രാജ്യം അങ്ങനെ സംഭവിക്കും. നമ്മൾ UAE പോയാൽ UAEയുടെ ലൈസൻസ് എടുക്കണം. നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് പോയാൽ ഒരു മാസം അങ്ങനെ നമ്മൾ ഓടിക്കാൻ നമുക്ക്. യൂറോപ്പിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ രാജ്യത്ത് അവർ ഇത്രയും നാളും എല്ലാം സമ്മതിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം സ്ട്രിക്റ്റ് ആക്കി. ഇനിയും ഈ വീഡിയോ കാണുന്ന ജോർജിയയിലുള്ള പിള്ളേരോടാണ്, അല്ലെങ്കിൽ ജോർജിയയിലുള്ള വർക്ക് ചെയ്യുന്നവരോടാണ്, നിങ്ങൾക്കിവിടെ ചെറിയ പൈസയ്ക്ക് കാർ കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾ അതിന് ഇൻഷുറൻസ് എടുക്കണം. ഇവിടെ ജോർജിയയിൽ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ബോർഡർ ഇറങ്ങി വരാൻ നേരത്ത് ആ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഗുണങ്ങളുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയ പൈസയ്ക്ക് പല കാറും കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലെ ഇന്നോവ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഫോർച്യൂൺ ഇന്നോവ, ഒരു നല്ല ഇന്നോവയൊക്കെ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, ക്രിസ്റ്റ ഉള്ള വണ്ടികൾ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ലക്ഷറി വാഹനങ്ങൾ കിട്ടും. പക്ഷേ ലൈസൻസാണ് പ്രശ്നം. ഇൻ്റർനാഷണൽ IDP അതുപോലെ തന്നെ ഇന്ത്യൻ ലൈസൻസ് ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. ഇനി അടുത്ത കേസ്, ജോർജിയയിൽ നമ്മുടെ അടുത്ത് ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വക്കീലിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവർ അംഗീകരിക്കുള്ളൂ. ഈ സാധനമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യക്കേട് അവർ വിചാരിച്ചത് ഇനി കാര്യങ്ങളിലേക്ക് വരാം, സോറി. അപ്പം നമ്മളെ അങ്ങനെ അവിടുന്ന് പോലീസ് പിടിച്ചതെല്ലാം വ്യാജമാണെന്ന് പറയുന്നു. അവർ സീസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ വണ്ടി കൊണ്ടുവന്നു, 168 ലാറി കൊണ്ടുവന്ന് ഇറക്കുന്നു. ഇതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അങ്ങനെ നമ്മൾ പോയി അവിടെ ചെല്ലുന്നു, നമ്മൾ അപ്പീൽ ചെയ്യുന്നു. പക്ഷേ അതൊരു വലിയ മണ്ടത്തരമായിപ്പോയി. നമ്മൾ ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യില്ലായിരുന്നു. അതൊക്കെ പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതായത് എത്രയാണോ കിട്ടിയത് ആ ഫൈൻ അടച്ചിട്ട് പോരുന്നായിരുന്നു നല്ലത്. നമ്മൾ അപ്പീൽ ചെയ്തോടെ മൊത്തം പ്രശ്നമായി. കാരണം എന്ന് വെച്ചാൽ ഇവർ വിചാരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ആ ഒരു വലിയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഒരു നിരന്തരം ഒരു 6-8 പ്രാവശ്യം ഞങ്ങൾ പോയി. അതായത് നിരന്തരം അവിടെ ജോർജിയയിൽ ആരും അങ്ങനെ ഒരു ഗവൺമെൻറ് ഓഫീസർ ഇങ്ങനെ കയറി ഇറങ്ങാമല്ലോ. പക്ഷേ ഞങ്ങൾ കയറി ഇറങ്ങി. അവസാനം ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. അവിടെയുള്ളവർക്ക് തന്നെ ഞങ്ങളോട് സഹതാപം തോന്നി. അപ്പോൾ അങ്ങനെ സഹതാപത്തിലാണ് ഇവർ അത്രയും ദിവസം വരെ ഇവർ എന്താണെന്ന് ചോദിക്കാനോ അല്ലെ എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാക്കുന്നില്ല. 30 ദിവസം കഴിഞ്ഞു പോവാം, 30 ദിവസം കഴിഞ്ഞു പോവാം, 30 ദിവസം കഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞു പോവാം. ഇതായിരുന്നു ആദ്യം 3 മാസമായിരുന്നു, പിന്നെ 30 ആക്കി. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവിടുത്തെ പരിപാടികൾ. ലാസ്റ്റ് ഇവർ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അങ്ങനെ വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഏത് ഭാഷയുള്ള ട്രാൻസ്ലേറ്ററെ കിട്ടും, പക്ഷേ അതിന് ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ വന്നു. ആ ട്രാൻസ്ലേറ്റർ ഒരു ജോർജിയക്കാരിയായിരുന്നു, ഹസ്ബൻഡ് ഇന്ത്യൻ വംശജനായ ഒരു പഞ്ചാബിയായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഇന്ത്യക്കാരുടെ കുറച്ച് സോഫ്റ്റ് കോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി നല്ല രീതിയിൽ ഈ ജോർജിയക്കാരോട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവിടുന്ന് നമ്മുടെ ശുക്രൻ റെഡിയായി. അതായത് ഇവർ വിചാരിച്ചത് നമ്മൾ ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ, ഈ വണ്ടി മൊത്തം ആൾക്കാരെ കൊണ്ടുവന്ന വണ്ടിയാണെന്നാണ് ഇവിടെയുള്ള പോലീസുകാർ വിചാരിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയെന്നാണ് വിചാരിച്ചത്, കള്ള ലൈസൻസ് വെച്ച് ഇന്ത്യയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട്. അപ്പം അങ്ങനെ വിചാരിച്ചാണ് ഈ സംഭവങ്ങൾ അങ്ങ് പോയത്. അല്ലായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഒന്നും വരില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ യൂട്യൂബറാണ്, പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ ട്രാൻസിറ്റ് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവങ്ങളെല്ലാം പോയായിരുന്നു. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 362 ലോ, അതായത് ജോർജിയൻ 362 ലോ പ്രകാരം നമ്മൾ കള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ സംഭവങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കേസ് കോടതി സബ്മിറ്റ് ചെയ്തു. അങ്ങനെ കോടതിയിലായി കേസ്. ആകെ സംഭവം കയ്യിൽ നിന്ന് പോയി. അങ്ങനെ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റർ എടുത്തോട്ട് ചെല്ലുവാണ്. ഇങ്ങനെ നിരന്തരം എല്ലാ ദിവസം പോകും. കാരണം ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ പോവുകയാണ്. അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെല്ലും. അങ്ങനെ അവസാനം ഇതെന്താ സംഭവം എന്നുള്ളത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ വലിയ ഓഫീസർ ചോദിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല. അപ്പം വന്ന പുള്ളിക്കാരൻ പ്രാവാന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ കുറേ സാധനം പൊക്കി കാണിച്ചു, ഇതാണോ. അപ്പം പുള്ളിക്കാരനുള്ള എല്ലാം തരാൻ പറഞ്ഞു. ഞങ്ങളുള്ള എല്ലാം കൊടുത്തു. അപ്പം പുള്ളി അത് മേടിച്ച് നോക്കുന്നതിന് മുമ്പേ എല്ലാം ഇതാന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ഇതെല്ലാം കോപ്പിയാന്ന് പറഞ്ഞു. ഗൈസ് നോക്കൂ, അതായത് ഞാൻ ഇവരോട് ചോദിച്ചു, ഓക്കെ എൻ്റെ കയ്യിലുള്ള വ്യാജനാണെന്ന് തെളിയിക്കണം, നിങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അല്ലെ കേരള ഗവൺമെൻറ്റിനെ നിങ്ങൾ ബന്ധപ്പെടണം. എന്നിട്ട് അവിടുന്ന് പറയണം ഇതെല്ലാം വ്യാജനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവർ പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 മാസം വേണം പോലും, അതായത് നമ്മൾ റിപ്ലൈ ഇട്ടെ. അപ്പം ഇവരൊക്കെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് എല്ലാം പ്രൂവ് ചെയ്തിട്ട് ഇത് ആണോ അല്ലയോ എന്നുള്ള പറയുന്നത്. അതായത്
ചിലപ്പോൾ നമ്മൾ IDP കൊണ്ട് പോയി കഴിഞ്ഞാൽ ബുക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കും, ചില കേസ് സമ്മതിക്കില്ല. ഒരു ദിവസം 100-150 കേസുകളാണ് വരുന്നത്. പല ആൾക്കാർക്കും ഹ്യൂജ് ഓഫ് ഫൈനുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഞാൻ പറഞ്ഞില്ല എന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയ പഠിക്കുന്ന പിള്ളേരോടോ ജോർജിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാം. അവർ നിങ്ങളോട് കറക്റ്റ് ഇതിനുള്ള ഉത്തരങ്ങളും സംഭവങ്ങളും പറഞ്ഞു തരും. അല്ലാതെ ഇതിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ പറയുന്നതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റർ എടുത്തു. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്ററിന് നമ്മൾ അതായത് പോലീസ് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഈ സാധനം പിടിച്ചു കൊടുത്താൽ പിന്നെ ഇൻവെസ്റ്റിഗേറ്റർ കയ്യിലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഇതേപോലെ തന്നെ ചോദ്യങ്ങളും സംഭവങ്ങളും ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻവെസ്റ്റിഗേറ്ററിനോട് പറഞ്ഞു, പിന്നെ മാഡം 10-20 ദിവസം ഒരു സ്ഥലത്ത് കിടക്കുന്നു, നമുക്ക് പോകാൻ പറ്റുന്നില്ല, വേണേ ഞങ്ങൾക്ക് പോകാമായിരുന്നു. അതും പറയാൻ പറഞ്ഞേ. അതായത് ശരിക്കും ഈ ഫൈൻ അടച്ച സമയത്ത് നമ്മൾ ഈ ഒരു രാജ്യത്ത് ഒരു ബാഡ് ഇമേജോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാകാതെ പോകാലോ എന്ന് വിചാരിച്ചു. അതായത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ തീർത്തിട്ട് പോകണം, പിന്നീട് ഏത് രാജ്യത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പം ഞങ്ങൾക്ക് വേണേൽ ഈ ഫൈൻ അടച്ചെങ്കിൽ ഞങ്ങൾക്ക് വേണേൽ ബോർഡർ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, ആ പൈസ അല്ലെങ്കിൽ ബോർഡറിൽ അടച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമ്മളത് അവിടെ തന്നെ തീരട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പീലിന് പോയത്. ആ അപ്പീലിന് പോയില്ലായിരുന്നാൽ ഈ ഫൈൻ അടിച്ച് ഈ ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് വേറെ രാജ്യത്ത് പോകാം. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് അപ്പീൽ ചെയ്യാൻ പോയത്. അവിടെയാണ് പണി പോലെ. അപ്പീൽ ചെയ്തപ്പോൾ അത് കോടതിയിലേക്ക് പോയി. അങ്ങനെ ഇത് കോടതിയിലേക്ക് പോയല്ലോ. അങ്ങനെ ഇത് ഇവർക്ക് മനസ്സിലായി. അതായത് നമ്മൾ ഇതേപോലെ തന്നെ ഭാഷയുടെ പ്രശ്നങ്ങളും പിന്നെ അതേപോലെ ആ പോലീസ് ഓഫീസർ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ അവരെ വീഡിയോ കാണിച്ചു കൊടുത്തത്, ഞാൻ എൻ്റെ ഒറിജിനൽ ലൈസൻസ് കൊടുത്തപ്പോഴൊന്നും അവർ അംഗീകരിച്ചില്ല എന്നുള്ള. അപ്പോൾ അവർ കാര്യം മനസ്സിലായി. അങ്ങനെ സെറ്റിൽമെൻറ്റ് വെച്ചപ്പം നാട്ടിലെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടാവുന്ന കേസായിരുന്നു എൻ്റെ. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാം ഒരു ദൈവാനുഗ്രഹത്തിനാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു ദൈവാനുഗ്രഹത്തിൽ ആ പുള്ളിക്കാരത്തിക്ക് സംഭവം മനസ്സിലായി. അപ്പം അങ്ങനെ സെറ്റിൽമെൻറ്റിൽ സംഭവങ്ങൾ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. അവർ പറഞ്ഞു, എന്നോട് പറഞ്ഞു 1 മാസം അല്ലെങ്കിൽ 3 മാസം വരെ കാത്തിരിക്കണം, ഈ പ്രശ്നം തീർന്ന് ഇവിടുന്ന് പോകാം. ഞാൻ പറഞ്ഞത് ഒരിക്കലും പോസിബിൾ അല്ല, എനിക്ക് 30 ദിവസത്തെ വിസയുള്ളൂ, ഞാൻ ഇവിടെ ഓവർ സ്റ്റേ ആയിപ്പോൾ. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല, നിങ്ങൾ അടുത്ത എൻ്റെ ഓപ്ഷൻ അവരോട് ചോദിച്ചു. അപ്പം അവരുടെ വലിയ ഇൻവെസ്റ്റിഗേറ്ററിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു. സെറ്റിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിടിച്ചെടുത്ത കോപ്പികളെല്ലാം വ്യാജനാണെന്നും കള്ളനാണെന്നും ഞാൻ സമ്മതിക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാ, എൻ്റെ എല്ലാം ഒറിജിനലാണല്ലോ, നിങ്ങൾ ഇന്ത്യ കോണ്ടാക്ട് ചെയ്യില്ല, അത് ചെയ്തേ. പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം, ഈ ഉദ്യോഗസ്ഥന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ ജോർജിയ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ഇല്ലാത്ത കൺട്രിയാണ്. അതായത് കൈക്കൂലി അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൺട്രിയാണ്. അത് നമുക്ക് പൈസ കൊടുത്ത് അങ്ങോട്ട് തിരിമറി സംഭവങ്ങളൊന്നും നടക്കില്ല. അപ്പം നമ്മുടെ സാധനം പിടിച്ച് അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേണം അത് ഫേക്ക് അല്ലെന്ന് അല്ലെങ്കിൽ അത് മോശമല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കോടതി മുഖേന തെളിയിക്കണം. ഇവിടെ എന്ത് കാര്യവും ഭയങ്കര ഡിലേ ആണ് ഈ ജോർജിയയിൽ. അപ്പം നമുക്ക് തെളിയിക്കാം, നമ്മൾ അത്രയും ദിവസം അവിടെ നിൽക്കണം. അല്ല ഒന്ന് നമുക്ക് TRC വേണം, അല്ല നമ്മൾ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. അപ്പം മേലാളുണ്ടല്ലേ ഗൈസ് നോക്കും. അപ്പം അങ്ങനെ ആയിരിക്കണം സംഭവം. അപ്പോൾ അതേപോലെ നമുക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ ശങ്കം വിസ തീർന്നുകൊണ്ടിരിക്കുന്നു, കാർനെറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും തീർന്നുകൊണ്ടിരിക്കുന്നു. ഓവർ ഇനി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കള്ളനാണ് സമ്മതിക്കാം, പക്ഷെ ഞാൻ കള്ളനല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെൻറ് വക്കീലിനെ തരും, ഫ്രീ ആയിട്ട് ട്രാൻസ്ലേറ്ററിനെ തരും. അതായത് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് സംസാരിക്കാൻ ട്രാൻസ്ലേറ്റർ തരും. അതുകൂടാതെ കോടതി സംസാരിക്കാൻ ട്രാൻസ്ലേറ്റ് തരും. അങ്ങനെ എല്ലാം ട്രാൻസ്ലേറ്റ് തരും. അങ്ങനെ വക്കീൽ വന്നു, ഞാനാണ് നിൻ്റെ വക്കീൽ, നിനക്ക് വേണം എന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വെക്കാൻ. ഞാൻ പറഞ്ഞു കിട്ടുന്ന പോരട്ടെ, ഇത് തന്നെ മതി, എന്തായാലും നമ്മൾ പെട്ടല്ലോ. അപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെല്ലാം വായിച്ച് ചെയ്യിപ്പിക്കും. ട്രാൻസ്ലേറ്റ് ഇതാണ് സംഭവം എന്ന് പറയും. ജഡ്ജി പറയും ഓക്കെ, അല്ല ജഡ്ജി അല്ല മറ്റേ വക്കീൽ പറയും ഓക്കെ ആണെന്ന് ചോദിക്കും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ആക്കി, ഇതെല്ലാം ആക്കി സെറ്റിൽമെൻറ്റ് നമ്മുടെ ദൈവാനുഗ്രഹത്തിന് ആ പുള്ളിക്കാരി 500 ലാരിയിൽ തീർത്തു. അതായത് 1.5 ലക്ഷം രൂപ ഫൈൻ കിട്ടുന്ന സാധനം 15,000 രൂപയിൽ പുള്ളിക്കാരി ഇന്ന പോലെ സംഭവങ്ങളാണ് അതിനകത്ത് എഴുതി. ഈ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് കൊടുക്കുന്നു അതാണ് കോടതി അംഗീകരിക്കുന്നത്. അങ്ങനെ സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ പ്രത്യേകം പറഞ്ഞു ഇത് നിങ്ങൾ അവിടെ പ്രത്യേകം പറയണം. അതായത് നിങ്ങൾ അവിടെ പ്രത്യേകം പറയണം ഇത് ഞങ്ങൾ പുഷ് ചെയ്തിട്ട് ജയിച്ചല്ല, ഇത് നിൻ്റെ അറിവോടുകൂടിയാണ് ചെയ്തത്. മൈ ഗൾട്ടിനെസ്, ഈ ഗൾട്ടിനെസ്സിൻ്റെ അർത്ഥം എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ വാട്ട് ഈസ് ദ മീൻസ് ഓഫ് ഗൾട്ടിനെസ്, ഐ ഡോണ്ട് നോ. യുവർ മിസ്റ്റേക്ക്. അപ്പം നമ്മളിതെങ്ങനെ, നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ലോ. അപ്പോൾ കോടതിയിൽ ഇംഗ്ലീഷ് ജോർജിയൻ ഇംഗ്ലീഷ് ഇങ്ങനെ ട്രാൻസ്ലേഷനാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു വലിയൊരു ഓഫീസുണ്ടല്ലോ നമ്മളെ പോയി, അതിൻ്റെ അകത്താണ് ഈ സെറ്റിൽമെൻറ്റ് പരിപാടി. അങ്ങനെ ആ സെറ്റിൽമെൻറ്റിലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ വീണ്ടും 15 ദിവസം വെയിറ്റ് ചെയ്യണം കോടതി കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ദൈവാനുഗ്രഹത്തിന് അവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലായി. സാധാരണ ഇന്ത്യക്കാർ അതിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫേക്ക് ലൈസൻസ് പറഞ്ഞാൽ അപ്പം തന്നെ ഓടിക്കുകയാണ്.
ഒരു രീതിയിൽ സംസാരം അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ലോകമാണ്, ഒരു IT പാർക്ക് പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നത്. അവിടെയൊക്കെ വന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഫേക്ക് ലൈസൻസ് യു ഗോ 3 months പ്ലീസ് കം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ അങ്ങനെയൊന്നും ചെയ്തില്ല. അവിടെ ഇരുത്തി അവരുടെ കൂടുതൽ ഒരാളെ പോലെ ഇരുത്തി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നു, ലിബിൻ ഓൾറെഡി ഈ പുറത്തോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നു. പിന്നെ അവിടെയുള്ള എല്ലാവരും കമ്പനിയാക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ സംഭവങ്ങൾ എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു അതിനകത്തൊരു മെക്കാനിസം ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്തു. പരമാവധി ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ പരമാവധി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാവരിലേക്കും ചർച്ച ചെയ്യിച്ചപ്പോഴത്തേക്കും എല്ലാവരിലേക്കും എത്തി. അവരുടെ വലിയ ഓഫീസറിലേക്കൊക്കെ ഈ സംഭവം എത്തി. എല്ലാവരും ഒരാളിലേക്ക് ചുരുങ്ങി പോയി. അങ്ങനെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പരമാവധി സ്പ്രെഡ് ചെയ്ത് എല്ലാവരിലും എത്താൻ നേരത്തെ നമുക്കൊരു ചെറിയ ഇത് കിട്ടും. അങ്ങനെ അവിടെ നിന്നും എല്ലാം ശരിയാക്കി. അങ്ങനെ ഈ മാഡം അവിടുത്തെ ഇവരൊക്കെ കൂടി, പിന്നെ ഈ വക്കീലും നമ്മളെ സഹായിച്ചു. കാരണം ഗവൺമെൻറ് പിള്ളേരാണല്ലോ, അറിയാലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വന്നാൽ മതി. അപ്പോൾ അങ്ങനെയെല്ലാം സഹായിച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് കോടതിയുടെ ഡേറ്റ് കിട്ടി. അങ്ങനെ കോടതിയുടെ ഡേറ്റ് കിട്ടി. ഞാനും ലിബിനും നേരെ പോവുകയാണ് കോടതിയിലേക്ക്. അപ്പോൾ കോടതിയിൽ പോയി, കോടതി ചെന്നു. അല്ല സോറി, അതിന് മുമ്പാണ് വേറെ സംഭവം പറയുന്നത്. അതായത് ഞങ്ങളോട് പറഞ്ഞു ടോട്ടലി 500 ലാറി അടച്ചാൽ മതി എന്ന്. പിന്നെ ഇതെല്ലാം എഴുതി കുത്തി കഴിഞ്ഞും പറഞ്ഞു, അതായത് വണ്ടി പിടിച്ച കേസ് വേറെ 500, പിന്നെ കോടതിയിൽ വേറെ 500, മൊത്തം 1000 ലാറി അടയ്ക്കേണ്ടി വന്നു. അപ്പം 1000 ലാറി എന്ന് പറഞ്ഞാൽ 30,000 നാട്ടിലെ ഫൈൻ. അപ്പം കോടതി ചെല്ലുന്നു. കോടതി ചെന്നപ്പോഴത്തേക്കും 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന സെറ്റപ്പ്. ലിവിൻ അപ്പോഴും എന്നോട് ചോദിച്ചു, ഇതിന് നിൽക്കണം. ഞാൻ പറഞ്ഞു വേറെ വകുപ്പില്ല, നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകുള്ളൂ. ഇനിയും നമുക്കാണ് നഷ്ടം, ഇവർക്ക് ആർക്കും നഷ്ടമില്ല, നമുക്ക് സമ്മതിച്ചേക്കാം. എൻ്റെ എല്ലാ ഡോക്യുമെൻസും പോയി. എൻ്റെ ലൈസൻസ് പോയി, എൻ്റെ വണ്ടിയുടെ RC പോയി, പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ ഒറിജിനൽ പോയി കേട്ടോ. അതെല്ലാം അവർ പിന്നെ ഞാൻ കള്ളനാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ പിടിച്ചെടുത്തു. അതൊന്നും തിരിച്ചു കിട്ടിയില്ല. അത് തിരിച്ചു കിട്ടില്ല. അങ്ങനെയായിരുന്നു ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്. അങ്ങനെ കോടതി ചെല്ലുന്നു, ട്രാൻസ്ലേറ്റ് ഇരിക്കുന്നു, കോടതി ബഹുമാനപ്പെട്ട കോടതി എണീക്കുന്നു, ഇവിടുന്ന് വക്കീൽ എണീക്കുന്നു. ഇങ്ങനെ ഒരു വലിയതാണ്. അത് നമ്മളെ മാത്രമേ കയറ്റത്തുള്ളൂ, ഓരോ കേസിനും ഓരോ ആൾക്കാരെ. അങ്ങനെ വക്കീൽ സംസാരിക്കുന്നു. പുള്ളിക്കാരി പടപടാന്ന് ഇംഗ്ലീഷ്, അതായത് മറ്റേ ഫുട്ബോളിനൊക്കെ നടക്കുമ്പോൾ കമൻട്രി പോലെയാണ് ഇംഗ്ലീഷ് പടപടാന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ ആണോ എന്ന് ചോദിക്കും. നമ്മൾ എന്നാ പറയാനോ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ ലിവിനെ നോക്കി, ലിവിൻ ഇങ്ങനെ കാണിക്കുക, എന്നാ ചെയ്യാൻ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി യെസ് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഓക്കെ നിങ്ങൾ പറഞ്ഞ സംഭവം അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ 500 ലാറിക്ക് തീർത്തു, ഫൈൻ അടച്ചു. അങ്ങനെ അവിടുത്തെ പ്രശ്നം തീർത്തു. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, അതായത് പൊതുവെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെ ഇവിടെ ഇന്ത്യക്കാരുടെ ഒരുവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ കണ്ടമാനം കയറി വരാൻ തുടങ്ങി. പറയാൻ വേണ്ടി പറഞ്ഞുപോയി, അതായത് ഈ ഓഫീസേഴ്സിന് പോലീസുകാരുടെ ഉണ്ടായ ഒരു മിസ്റ്റേക്ക്, അതായത് സാധാരണ ടൂറിസ്റ്റുകളെ ഇങ്ങനെ പിടിക്കാറില്ല. ടൂറിസ്റ്റുകൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് അവരെ വിടും. ഇത് പോലീസുകാരൻ വിചാരിച്ചത് നമ്മൾ ഇന്ത്യക്കാരെയും കൊണ്ട് വണ്ടി ഇതേപോലെ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ പരിപാടി, പിന്നെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ട് അവർക്കൊരു ദയൊക്കെ തോന്നിയുകൊണ്ടാണ് ഈ ചെറിയ പൈസയ്ക്ക് തീർന്നത്. അല്ലെങ്കിൽ ഇത് വലിയ പൈസയിലേ തീരത്തുള്ളൂ, വലിയ ഫൈൻ കിട്ടിയാൽ. നമ്മുടെ ദൈവാനുഗ്രഹം. പിന്നെ വേറെ സംബന്ധിച്ച് ഞങ്ങൾ ആ വീഡിയോ ഇടാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജോർജിയ വന്ന പോലെ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചു. ഫുൾ നെഗറ്റീവ് പ്രശ്നങ്ങളോട് പ്രശ്നം. വേറെ ഞാൻ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായപ്പം എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വശത്ത് ഈ കേസ്, ഒരു വശത്ത് കുറേ പ്രശ്നങ്ങൾ വേറെ, അങ്ങനെ കുറേ സംഭവം നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ആയും പോയി. പിന്നെ ഇതേപോലെ തന്നെ ഭയങ്കര കാറ്റ്, വിൻഡ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി വീഡിയോ ഇടാൻ പറ്റി. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ അടച്ചു. ഞങ്ങൾ നേരെ അവിടുന്ന് ജോർജിയൻ ബാങ്കിൽ ചെന്നു. ജോർജിയൻ ബാങ്കിൽ ചെന്ന് പൈസ അടിച്ചു. ഞങ്ങളെ കുറേ പേര് ഹെൽപ്പ് ചെയ്തു. ലിബിൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മളെ ഹോസ്റ്റ് ചെയ്ത റിജിനാൾഡ്, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കൂടുതൽ അർഷൽ, അങ്ങനെ ഇവരൊക്കെ പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അവരും ചെറിയ ഹെൽപ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനാണെങ്കിലും, പിന്നെ അതേപോലെ നമുക്ക് സ്ഥലങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും, പിന്നെ നമ്മുടെ വണ്ടിയിലെ ടോയ്ലറ്റ് കംപ്ലൈൻറ്റ്, ടോയ്ലറ്റിൽ പോകാൻ അവരുടെ സംഭവങ്ങൾ തന്ന അങ്ങനത്തെ ഹെൽപ്പ്. അതായത് ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയും കാര്യമില്ല. കാരണം എവിടെ ആരെയും കയറ്റൂല. ആരാണോ പ്രശ്നം അയാളെ മാത്രമേ കയറ്റത്തുള്ളൂ, നമുക്ക് മാത്രമേ സംസാരിക്കാൻ. ബേസിക്കലി ഞാൻ നോക്കിയിട്ട് എന്നാ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അവസാനമൊക്കെ എന്ന് വെച്ചാൽ എല്ലാ കാര്യം തന്നെയാണ് ചെയ്തത്. അതായത് ഇവർ നമ്മൾ പോകും, തിരിച്ച് പിറ്റേ ദിവസം വരാൻ വേണ്ടി പോകും. പിന്നെ ഞങ്ങൾ തന്നെ ചെല്ലാൻ വേണ്ടി തുടങ്ങി. 3 മാസം ഞങ്ങൾ തന്നെ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേനും അവർ നമ്മുടെ കാര്യങ്ങൾ തീർത്തു വന്നു. അതായത് അങ്ങനെ നമ്മൾ തന്നെ, അതായത് ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മളൊരു രാജ്യത്ത് ഭാഷ അറിയാമെന്ന് കാണിച്ചാക്കരുത്. ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഊരാൻ പറ്റുള്ളൂ.
ഇവിടെ ഞങ്ങൾക്ക് ഭാഷ അറിയില്ല എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞങ്ങൾക്ക് ഊരി വരാൻ പറ്റിയത്. അതായത് പിന്നെ അവരുടെ ആ ഒരു നമുക്ക് മനസ്സിലാവും ആ സംഭവങ്ങൾ. അപ്പം ഈ ഭാഷ അറിയില്ലാതെ ഞങ്ങൾ തപ്തത്തെ എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ. ഞങ്ങളിങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, 2 ദിവസം കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾക്ക് വണ്ടി ഓടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർക്ക് സെന്റിമെന്റൽ വർക്കായി. ഇവരിപ്പോൾ കോടതി പോയതാണ്, നമ്മൾ രണ്ടും തന്നെയാണ് പോയത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളത് ഒത്തുതീർക്കാൻ വേണ്ടി പോയത് നമ്മൾ രണ്ടും തന്നെയാണ് പോയത്. പിന്നെ ആദ്യം പോയി ഫൈൻ അടിച്ച് നമ്മൾ രണ്ടും തന്നെയാണ് പോയത്. അതുകാരണമാണ് നമുക്ക് അവർ ഒഴിവാക്കി. അതായത് എന്ന് വെച്ചാൽ ജോർജിയൻ ലാംഗ്വേജ് അറിയുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇച്ചിരി ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ടല്ലോ, അവരുടെ ലോയും സംഭവങ്ങൾ ശക്തമായിട്ട് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇത് നമ്മളോട് എന്ത് ശക്തമായിട്ട് പറഞ്ഞാൽ പൊട്ടനോട് വേദ ഊന്നുമല്ലേ, നമുക്കൊന്നും അറിയത്തില്ലോ. അപ്പോൾ ഇങ്ങനെ തലയൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമുക്ക് ചെയ്തു തരും. അങ്ങനെയാണ് സംഭവം. അപ്പം ഇങ്ങനെയാണ് സംഭവം. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോർഡറിൽ വന്നു. ബോർഡറിൽ വന്നപ്പോൾ ഇടിവെട്ടി വന്നത് പാമ്പ് അടിച്ച പോലെ 15 ദിവസത്തേക്കാണല്ലോ നമ്മൾ ജോർജിയ പ്ലാൻ ചെയ്തത്. ആ 15 ദിവസത്തെ പ്ലാൻ ചെയ്താണല്ലോ, അങ്ങനെയാണല്ലോ ഇൻഷുറൻസ് എടുത്തത്. ആ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞായിരുന്നു. അതായത് 30 ദിവസമായല്ലോ ഈ കേസ്. അതിനൊരു 100,000 ഫൈൻ. പിന്നെ നിങ്ങൾ എവിടെ ചെന്നാലും ഇന്ത്യ എന്ന് കണ്ടാൽ പുച്ഛമായിരിക്കും. അത് നിങ്ങൾ എഴുതി വെച്ചോ. ഇനി ഇവിടെ വന്നവർക്കറിയാം, ഈ അടുത്തെങ്ങാനും ഇവിടെ യാത്ര ചെയ്യാൻ വന്നവർക്ക്, ഇവിടെ കുറേ പേരെ എയർപോർട്ടിൽ നിന്ന് ടൂറിസ്റ്റാന്ന് പറഞ്ഞ് ഇറക്കിപ്പോലും വിടാറില്ല, ഡീപ്പോർട്ട് ചെയ്യാൻ. ഇവിടെ എയർ അറേബ്യ അടുത്തെന്നാണ് പറഞ്ഞത്. കാരണം കൊണ്ടുവരുന്നവരെ മൊത്തം അവർ തിരിച്ചു കൊണ്ടുവരുമോ, അവർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയാണ് ഇവിടെ സാഹചര്യം. അത് നിങ്ങൾക്ക് ഇവിടെ വന്നവർക്കറിയാം. വന്നവരാരും വീഡിയോ കാണുന്നുണ്ട്, അവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ സാഹചര്യം എന്നാന്നുള്ളത്. അപ്പം ടൂറിസ്റ്റാന്ന് പറഞ്ഞ കാര്യം ഇവിടെ വന്ന് TRC അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ വന്നു, നമ്മൾ യാത്രാ സ്ഥലങ്ങൾ ഇങ്ങനെ ഇതായിരുന്നു, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ യാദൃശ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചു. കാര്യം മാത്രം ശ്രദ്ധിച്ചായും പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ എങ്ങാനും വണ്ടി ഓടിച്ചിട്ട് വല്ല സാർക്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ നാട്ടിലെ വീടും സ്ഥലം പോലും വിറ്റാൽ പോലും ഇവിടുത്തെ കേസ് തീരൂല. എല്ലാവരും ഓർത്തിട്ട് ഇവിടെ എല്ലാം ചെയ്യും. എല്ലാവരും പറയും ഇൻഷുറൻസ് വേണ്ട, നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാന്നൊക്കെ. ഇവര് വലിയ കോടിക്കണക്കിന് രൂപ ചോദിക്കുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാം തീരുന്നത്. അതായത് ഇവിടെ ഇൻഷുറൻസ് ഇല്ല വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമോശമാണ് ജോർജിയയിൽ. എന്തായാലും ഞങ്ങൾക്ക് ഇത്ര പറയാനുള്ള ഞങ്ങളുടെ കേസ് ഞങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടുതൽ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്ത പിന്നെ ലിബിൻ ചേട്ടനും റെജിനാൾഡിനും അർസലിനും പിന്നെ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഏബലിനും പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ ഞങ്ങളെ സഹായിച്ചിരുന്നു. അതായത് അവരൊക്കെ കൊച്ചു സഹായങ്ങൾ ചെയ്തു തന്നാൽ അതൊക്കെ വലുതാണ്. അപ്പം ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാനാണേലും, അതായത് ഇന്ന സ്ഥലത്താണ് ഈ ഓഫീസിൽ നിന്നും പിന്നെ ഞങ്ങളെ ടാക്സിക്ക് അങ്ങോട്ട് കൊണ്ടുവിടാനും പിന്നെ അതൊക്കെ ഒരു സഹായം തന്നെയാണ്. അപ്പോൾ ആ സഹായത്തിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് എന്നാ പറയുക, ജോർജിയ ഞങ്ങൾ ഒരിക്കലും ആ നാടിനെ കുറിച്ച് മോശം പറയുന്നില്ല. കാരണം നമുക്കുണ്ടായ സാഹചര്യം അങ്ങനെയാണ്. നമ്മളായാലും നമ്മുടെ നാട്ടിൽ വേറൊരു രാജ്യക്കാർ വന്ന് നല്ല രീതിയിൽ അലമ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായാലും സമ്മതിക്കില്ല. ബംഗാളി തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു നാട്ടുകാർ ഇവരുടെ രാജ്യത്ത് വന്ന് ഓവർ ഫ്രീഡം കൊടുത്ത് ഓവർ പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങിയപ്പം അവർ പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങി. ഇവിടെ പഞ്ചാബികളൊക്കെ എടുത്തിട്ട് അടിക്കുമെന്ന് പറഞ്ഞു ജോർജിയക്കാരെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. കൂടുതൽ അറിയണേ നിങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ആരെയൊക്കെ വിളിച്ച് നോക്കി. അവർ പറയുമെങ്കിൽ സത്യം പറയുമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അറിയില്ല. ഇത് ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തു. ഞങ്ങളുടെ അടുത്ത എല്ലായിടത്തും ഉണ്ടാകുന്ന സമയം ഇപ്പം കേരളത്തിൽ യൂറോപ്പിൽ നിന്ന് ഒരു 10 വണ്ടിയോ 15 വണ്ടി അടുപ്പിച്ച് കേരളത്തിൽ വന്നിട്ട് എന്താ ടാക്സ് അടിക്കുമെന്ന് പറഞ്ഞ് വിഷയം നിങ്ങൾ നോക്കണേ. ആ കാര്യത്തിൽ നമ്മുടെ നാടത്ര ഇപ്പം യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ നാട്ടിൽ 14 കാരവാൻ വന്നു. അന്ന് MPD പിടിച്ചിട്ട് എന്താ ഫൈൻ കൊടുത്തു. നമ്മുടെ നാട് എങ്ങനെയാണ്, ആര് വന്നാലും അവരെ ഉപദ്രവിക്കാതെ വിടണമെന്നുള്ള ചിന്താഗതിയില്ലേ. അന്ന് നമ്മുടെ ടൂറിസ്റ്റ് മിനിസ്റ്റർ ആ സംഭവം ഒഴിവാക്കി കൊടുത്തു. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കും വേണേൽ പിന്നെ ഇവരോട് തർക്കിച്ച് ഇതൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കാതെ. പക്ഷേ ഇതെന്നെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം മോശമായിരുന്നു. ആ സമയത്ത് നിരത്തി ഇന്ത്യക്കാരെ പിടിക്കുന്ന സമയമായിരുന്നു. പിടിക്കുന്ന എല്ലാവരുടെ അടുത്തും ഇങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഒരു അറിവും ജോർജിയയിലെ പോലീസുകാരും ജോർജിയയിലെ ആൾക്കാരും പറഞ്ഞു വെച്ചാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഇൻ്റർനാഷണൽ IDP മാത്രമേ ഇതേപോലെ പേപ്പർ ഉള്ളതെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം കാർഡാണ് പോലും. അപ്പം അവർ നമ്മുടെ ലൈസൻസ് നോക്കുന്നത് ലാമിനേഷൻ, അവർ നമ്മുടെ ഇൻ്റർനാഷണൽ IDP നോക്കുന്നത് ബുക്ക് വല്ല സാധനം. അപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ആരെ പറഞ്ഞിട്ട് കാര്യം രക്ഷപ്പെട്ട് പോവുക. ഇപ്പൊ ഇന്ത്യയിലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇപ്പൊ നമ്മൾ യൂറോപ്പിലോട്ട് ചെല്ലുവാണ്, അവരെ RC ബുക്ക് പേപ്പറാണ്. അത് ഏത് രാജ്യത്തിന്റെ ആയിരുന്നു? ജർമ്മനി. ഇപ്പൊ നമ്മൾ യൂറോപ്പിന്റെ നോക്കുവാണ് RC ബുക്ക് നോക്കുകയാണ് പേപ്പറാണ്. അത് അവിടുത്തെ സിസ്റ്റം, ഇത് നമ്മുടെ സിസ്റ്റം. പക്ഷെ ഈ രാജ്യത്ത് അത് അംഗീകരിക്കുന്നില്ല. കാര്യമൊന്നുമില്ല. വേറൊരു കേസും കൂടെ ഞാൻ പറയാൻ വേണ്ടി ഓർത്താണ്, അത് മറന്നുപോയി. എന്നാലും ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് നിർത്തുവാണ്. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ പരിപാടി ഞാൻ അവിടുത്തെ തീർത്തു, ഞാൻ പോവാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇത്രയും രാജ്യങ്ങൾ ഈ ലൈസൻസ് ഈ സാധനം വെച്ചാണ്. അതായത് ചൈന പോലുള്ള പ്രയോറിറ്റി സെക്യൂരിറ്റി ഉള്ള രാജ്യം, റഷ്യ പോലുള്ള സെക്യൂരിറ്റി ഉള്ള രാജ്യം, ഈ രാജ്യങ്ങളൊക്കെ ഞാൻ ഈ ലൈസൻസ്, പിന്നെ മലേഷ്യ, സിംഗപ്പൂരില്ല, തായ്ലൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഞാൻ പോയി ഈ ലൈസൻസ് കൊണ്ടാണെങ്കിൽ അത്രയും രാജ്യത്ത് ഞാൻ ഓടിച്ചെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ.
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെ മാത്രം എന്തുകൊണ്ട് പ്രശ്നം ജഡ്ജി വരെ ചിരിക്കുക. അവരോട് 3 വട്ടം എടുത്തു ചോദിച്ചു നിന്നെ പുഷ് ചെയ്താണ്, നിന്നെ പുഷ് അല്ല ഇനിയുണ്ട് 15 ദിവസം എനിക്ക് വേണം ഇനി അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് അവസാനം ജഡ്ജി പറഞ്ഞു നീ 15 ദിവസത്തിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും മാറ്റി പറയാനുണ്ട് നീ വന്നാൽ മതി. ഈ കേസൊന്നും സിസ്റ്റത്തിലെ സംഭവത്തിലുണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ ചോദിച്ചു. ഇവിടെ മാത്രമേ 1 മാസം ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, എനിക്ക് പിന്നെ വേറെ ബ്ലാക്ക് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും രാജ്യത്ത് നമുക്കൊരു പ്രശ്നമില്ലാതെ ഓടിക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ മാത്രം എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ അടുത്തൊരു കേസ്, നമ്മൾ ഈ കാർനെറ്റ് എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ ഇത്ര ഓടി വന്നാലും ഒരു രാജ്യത്തും ഇമ്പോർട്ടൻസ് അല്ല. ഈ തുർക്കി, ഞാൻ പറയാൻ പറഞ്ഞു, ഈ തുർക്കി ജോർജിയൻ ബോർഡറിൽ പോലും ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു തുടങ്ങി. അപ്പം നമുക്ക് ഓരോ ടൂറിസ്റ്റ് പ്ലേസും സംഭവങ്ങളും തുർക്കിയിലെ കണ്ടു തുടങ്ങാം. വണ്ടിയെ കയറാം നമുക്ക്. ചലോ ചലോ തുർക്കി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. തുർക്കി ഈസ് ഫുഡ് ഈസ് വെരി ഗുഡ്. കുറേ പേര് ചോദിച്ചായിരുന്നു വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന്. യെസ് ഗൈസ്, ദിസ് വൺ ഈസ് മൈ വെഹിക്കിൾ ഈസ് റണ്ണിങ്, യു നോ, അണ്ടർസ്റ്റാൻഡ് മീ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. ലിവിൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിയിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. ഒന്നേ പമ്പ് അല്ല, നമ്മൾ സേഫ് ആയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് വേണം പാർക്ക് ചെയ്ത് തരാൻ വേണ്ടി വണ്ടി. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ലൊക്കേഷനിലേക്ക് പോവാം. 60 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു ക്യാരവാൻ പാർക്ക്. ഇവിടെ എങ്ങനെ ക്യാരവാൻ പാർക്കിൽ ഇടുന്നത് നമ്മളിത് കണ്ട്. ഇവിടെ ഒരു ക്യാരവാൻ പാർക്കുണ്ട്. നമ്മൾ അങ്ങോട്ട് വണ്ടി എടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായി, അതായത് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ആ കാരവാൻ പാർക്കിലേക്ക് തന്നെയാണ് ഉളുക്കുന്നത്. കാരവാൻ പാർക്കിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഏകദേശം യൂറോപ്പിലോട്ടെല്ലാം പോകുന്ന ക്യാരവാൻ പാർക്കിൽ തന്നെയാണ്. അങ്ങനെ വഴിയിലും അവിടെ ഇവിടെ ഒന്നും വണ്ടി ഇടാൻ പറ്റില്ല. ഇട്ടാൽ മാത്രമേ പിന്നെ ഓർമ്മ. പിന്നെ ഇനി കള്ളന്മാർ ശല്യം ഇതെല്ലാം കൂടും. അത് കാരണം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരവാൻ പാർക്ക് അതേപോലെ സേഫ്റ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇടുന്ന കേട്ടോ ഇനി നല്ലത് അല്ലേ. നേരെ വണ്ടി ഓടിക്കുകയാണ്. നമ്മളിവിടെ ഒരു ക്യാരവാൻ പാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഐ ഓവർലാൻഡ് ആണ് ഇനി ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ പാർക്ക് ഫോർ പേ പാർക്ക് ഫോർ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. 2 ആപ്പ് നോക്കി തുറന്നു നോക്കിയാൽ ഇതിലാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് കൊണ്ടുപോയിട്ടോ വണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരെ ആ ക്യാമ്പർ പാർക്കിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ കുറേ ലൊക്കേഷൻ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻസ്, അതായത് മെയിൻ അട്രാക്ഷൻ ഉള്ളത് കുറേ ഹിഡൻ ലൊക്കേഷൻ ഉണ്ട് ഈ തുർക്കിയിൽ. അപ്പോൾ ഇതൊക്കെ കാണുമെങ്കിൽ നമ്മൾ ലാപ്പ് എടുത്ത് അതിൽ ഗൂഗിൾ മാപ്പ് വഴി സെർച്ച് ചെയ്ത് വേണം വാക്കാൻസി കണ്ടുപിടിക്കാൻ വേണ്ടി. 30 ദിവസത്തെ വിസയാണെങ്കിലും ഒരു 15 ദിവസം മാക്സിമം ഞങ്ങൾ നിൽക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ, ഓൾറെഡി നമ്മളവിടെ 30 ദിവസം 15 ദിവസം എക്സ്ട്രാ പോയതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ പാലിയിരിക്കുകയാണ്. ഓടിച്ചു പിടിക്കണം നമുക്ക്. ആ 15 ദിവസം പരമാവധി ഓടിച്ചു പിടിക്കണം അല്ലേ ഇവനെ. എന്നിട്ട് വേണം നമുക്ക് 2 മാസം ഇനി യൂറോപ്യൻ വിസ ഉള്ളൂ. ആ 2 മാസത്തിന് 800 തെറിയാട്ടോ. തെറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൈസ അപ്രോക്സിമേറ്റ് 1800 രൂപയാണ് നമുക്ക് ഒരു ദിവസം പാർക്ക് ചെയ്യാൻ വേണ്ടി ആ പാർക്കിന് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പൈസ നമുക്ക് ഏകദേശം മനക്കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ ഇവനെ. ഈ ഒത്തിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലാണ് മനക്കണക്ക് കൂട്ടാൻ ഭയങ്കര പാട്. റോഡ് കേട്ടോ, അലുവ കഷ്ണം പോലെ കിടക്കുന്നത്. ഫുള്ളും മഞ്ഞും സ്നോഫോളും സംവിധാനങ്ങളൊക്കെ ആട്ടോ. ഒരു പൊടിമഴയും കൂടെ വരാൻ നേരത്താണ് സ്ലീപ്പിംഗ് കൂടുതലും അല്ലടാ. എങ്ങോട്ട് അധികം തലപ്പൊക്കങ്ങളുള്ള ബിൽഡിംഗ് വളരെ കുറവാണ്. ഇനി ഇവിടെ കാപ്പിറ്റലോട്ട് പോകാൻ നേരത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുമായിരിക്കും അല്ലേ ഇവനെ. നമുക്ക് അടിക്കാൻ എണ്ണ ഉണ്ടല്ലോ, നമുക്ക് ഇച്ചിരി ഓടിയിട്ട് അടിക്കാം. അതാ ഇച്ചിരി ബുദ്ധി. പോകുന്ന വഴി നോക്കിക്കേ, കിടിലൻ ലുക്ക് സ്ഥലം. അതിന്റെ മേലെ എന്തോ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഈ തുർക്കിയല്ലോ, ഈ ഇസ്താംബൂള് മാത്രമൊന്നും അല്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിയുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോഡിൽ കൂടെ തന്നെ സഞ്ചരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടോ തുരങ്കത്തിന്റെ മേളിൽ വീട് കാണുന്നത്. സത്യം, ആ തുരങ്കത്തിന്റെ മേളിൽ എന്താ പ്രോപ്പർട്ടിയോ സംഭവം കാര്യങ്ങളുണ്ട് കേട്ടോ. കടലിന്റെ ഒത്ത സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ തുരങ്കം കയറി പോകുന്നത്. എനിക്കൊന്ന് ഇത് എത്രയോ കിലോമീറ്റർ നീളത്തിൽ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാണേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ തുർക്കി അല്ലേ.